തുടർച്ചയായ രണ്ടാം ദിനവും പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ബഹളത്തെ തുടർന്ന് രാജ്യസഭയും 12 മണിവരെ നിർത്തിവെച്ചു. प्रश्नकाल क्वेश्चन नंबर 21, क्वेश्चन नंबर 21 अब्दुल्ला सईद। माननीय मंत्री महोदय, राजीव पटेल पर है। उमेश भाई पटेल, उमेश भाई पटेल। माननीय अध्यक्ष महोदय, क्या माननीय मंत्री ये बताने की कृपा करेंगे कि दादरा नगर हवेली तथा दमन दीव की ग्राम पंचायतों, नगर परिषदों एवं नगर पालिका में वर्तमान में कितने एमटीएस सहित स्वच्छता कर्मी कार्यरत हैं? इनमें से कितने नियमित, संविदा, आउटसोर्स एवं दैनिक वेतनभोगी हैं? क्या 5 साल से अधिक समय से अनियमित पद पर काम करने वाले कर्मचारियों को फिक्स करने के लिए सरकार कोई नीति बना रही है? यदि हाँ तो क्या? नहीं तो क्यों नहीं? इसका विवरण सदन में सहयोग करें। प्रश्नकाल के बाद आपको उचित नियम प्रक्रियाओं के तहत सभी मुद्दों पर चर्चा करने का अवसर दिया जाएगा। सदन की कार्रवाई आज 12 बजे तक के लिए स्थगित की जाती है। धन्यवाद सर, आपको मुझे 4 शब्द बोलने का मौका आपने बोलो। और क्या बोलना है बोलो। तो मौका आपने दिया कि कल एक बहुत दुर्दैवी घटना हो गई और वो दुर्दैवी घटना में हमारे जो स्टूडेंट्स पेपर लीक और नीट एग्जामिनेशन के बारे में जो आवाज उठा रहे हैं उनके ऊपर लाठीचार्ज किए, टीयर गैस किए, उनको मारे हॉस्पिटल में सुनना चाहिए। വിവരങ്ങൾ ആന്റണി ജസ്റ്റോർ നൽകും. പാർലമെന്റിൽ രണ്ടാം ദിവസവും വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിവസവും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് രണ്ടാം ദിവസവും അരങ്ങേറിയത്. നമ്മളിപ്പോൾ കണ്ടതുപോലെ ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ലാത്തിചാർജ് നടത്തുന്ന സാഹചര്യമുണ്ടായി. ഇതിപ്പോൾ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ ഉന്നയിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഉന്നയിക്കാൻ അധ്യക്ഷൻ അനുമതി നൽകിയില്ല. സഭ വേഗത്തിൽ നടപടി പിരിയുകയാണ് ചെയ്തത്. 12 മണിവരെ സഭ നിർത്തിവെക്കുകയാണ് ചെയ്തത്. ഏതായാലും ശക്തമായി തന്നെ ഈ വിഷയം സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. രാവിലെ ലോക്സഭാ നടപടികൾ 11 മണിക്ക് ആരംഭിച്ചപ്പോഴും ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. സ്പീക്കർ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം എഴുന്നേറ്റ് നിന്നു. ബഹളം തുടർന്നതോടുകൂടി ലോക്സഭ 12 മണിവരെ നിർത്തിവെക്കുകയാണ് ചെയ്തത്. രാജ്യസഭയിലും സമാനമായ സാഹചര്യമാണ് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ബഹളമുണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് മല്ലികാർജുൻ ഖാർഗെ ഈ പോലീസിന്റെ ലാത്തിചാർജും കണ്ണീർവാതക പ്രയോഗവും അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ ഭരണപക്ഷത്തു നിന്നും ബഹളം ഉണ്ടാവുകയും പിന്നീട് ആ വിഷയത്തിലേക്ക് കൂടുതൽ മല്ലികാർജുൻ ഖാർഗെ സംസാരിക്കാൻ അനുവദിക്കാതെ സഭാ നടപടികൾ നിർത്തിവെക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. ഏതായാലും 12 മണിവരെയാണ് ഇരു സഭകളും നിർത്തിവെച്ചിരിക്കുന്നത്. ഇന്നലെയും സമാനമായ സാഹചര്യമാണ് ലോക്സഭയിലും രാജ്യസഭയിലും അരങ്ങേറിയിട്ടുള്ളത്. ഏതായാലും ഇനി 12 മണിക്ക് സഭ ചേരുമ്പോഴും പ്രതിഷേധം
പ്രതിഷേധം തുടരാൻ തന്നെയായിരിക്കും പ്രതിപക്ഷത്തിന് തീരുമാനം. ഇതിനിടയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സ്പീക്കർ ഓം ബിർളയെ പോയി കണ്ടിരുന്നു. ഈ വിഷയം ഉന്നയിക്കാനുള്ള സമയം അല്ലെങ്കിൽ അനുവദിക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇത് ചർച്ച വേണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഈ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, നീറ്റ് പരീക്ഷാ ക്രമക്കേട്, അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികളുടെ സമരത്തിന് ഇന്നലെ CJPയുടെ സമരത്തിന് നേരെയുണ്ടായ ലാത്തിച്ചാർജ് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഈ ആവശ്യം ലോക്സഭാ സ്പീക്കറെ കണ്ട രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സംഘം ധരിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇതിനെ അനുവദിക്കാമെന്നുള്ളൊരു മറുപടി സ്പീക്കറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 12 മണിക്ക് ഇനി സഭ ചേരുമ്പോൾ അത്തരത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുമോ അല്ലെങ്കിൽ അത് അവതരിപ്പിക്കാനൊരു അനുമതി ലഭിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതിനെ അനുസരിച്ചായിരിക്കും സഭാ സമ്മേളനത്തിന്റെ അടുത്ത ഘട്ടങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള മുന്നോട്ട് പോക്ക് ഉണ്ടാവുക. ഏതായാലും ഈ വിഷയം ഉയർത്തി പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. 12 മണിക്ക് രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ചും ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട് പ്രതിപക്ഷം. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഒന്നു നിന്നുകൊണ്ട് വലിയ പ്രതിഷേധം ഉയർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടെ NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിരുന്നു രാവിലെ. ആ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കുറ്റക്കാരായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ്. മാത്രമല്ല ഇനി ഇങ്ങനെ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കൂടി പ്രധാനമന്ത്രി NDAയുടെ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. ഇത് 2ാം ദിവസമാണ് സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുന്നത്. ഇന്നലെയാണ് വർഷകാല സമ്മേളനം ആരംഭിച്ചത്. ഏതായാലും അയോധ്യ സംഭാവന കൊള്ള അടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഏതായാലും ഇന്നലെ ഈ CJPയുടെ മാർച്ചിന് നേരെയുണ്ടായ പോലീസ് ലാത്തിചാർജും കണ്ണീർവാതക പ്രയോഗവും തന്നെയാണ് ഇന്ന് പ്രധാനമായും സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചത്. ശരി, വ്യക്തമാണ്. എന്തായാലും 2ാം ദിനവും പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. ജന്തർമന്ദറിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടിയൊക്കെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടൊക്കെയായിരുന്നു പ്രതിഷേധമുണ്ടായത്. എന്തായാലും രാജ്യസഭയും 12 മണിവരെ ബഹളത്തെ തുടർന്ന് നിർത്തിവെച്ചിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് ആന്റണി ജോർജ്.